ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഏട്ടനെ കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ്. ആക്ച്വലി വ്ളോഗ് എടുക്കാൻ വേണ്ടി പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലം അത്രയും സൂപ്പർ ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് ബാംഗ്ലൂരുള്ളവർക്കും ബാംഗ്ലൂർ വരാൻ പോകുന്നവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. മാർത്തഹലിയിലുള്ള ലോങ് ബോട്ട് ബ്രൂവറി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ലവ്ഡ് ദ ആംബിയൻസ് ബിക്കോസ് എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനു മുമ്പ് കുറച്ച് കാര്യം പറയാം. ഇവിടെ പോകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല ഓപ്ഷൻ. പിന്നെ നമ്മൾ വീക്കെൻഡാണ് പോയെങ്കിലും ഒരു 12:30 എത്തിയപ്പോൾ വലിയ റഷ് ഇല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുന്ന സമയം ആയപ്പോഴത്തേക്കും ഒരു 1:30 ആയപ്പോഴത്തേക്കും ഭയങ്കര ആളായിരുന്നു. നല്ല റഷായി. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകണതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ടൊരു സെലിബ്രേഷന് പോവുകയാണെങ്കിൽ ഇത് ബെസ്റ്റ് ചോയ്സാണ്, മസ്റ്റ് ട്രൈ ചോയ്സാണ്. പിന്നെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എല്ലായിടും ബലൂണും ഡെക്കറേഷനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, പെറ്റ്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പെറ്റ് ഫ്രണ്ട്ലിയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. വൈക്കിംഗ് തീംഡ് ആയിട്ടുള്ള മൈക്രോ ബ്രൂവറിയാണിത്. പിന്നെ ഒരു കാര്യം, ഇവിടെ ബൊഫറ്റും ഉണ്ട്, അലക്കാറ്റയുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് അലക്കാറ്റയാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അവിടുത്തെ മെനുവും ആ ഒരു ആംബിയൻസൊക്കെ കണ്ടപ്പോഴത്തേക്കും ആരവിന് ബൊഫറ്റിലോട്ട് അങ്ങോട്ട് അത് മതിയെന്നും പറഞ്ഞായി. പിന്നെ നമ്മൾ ബൊഫറ്റ് പ്ലാൻ ചെയ്തു. പിന്നെ ഇവിടുത്തെ ആംബിയൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മെയിൻലി ഈ ഒരു വാട്ടർഫാളാണ്. അത് കണ്ട് അതിൻ്റെ സൗണ്ട് കേട്ട് കൂടെ അവിടെ ഒരു ലൈവ് മ്യൂസിക് ഇട്ട് അതെല്ലാം കൂടെ കൊണ്ട് സൂപ്പർ ഒരു എൻവയോൺമെൻറ്റൽ ലവറിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. പിന്നെ വാലന്റൈൻസ് ഡേ ടൈം ആയതുകൊണ്ട് ഇതുപോലെ ഹാർട്ട് ഡെക്കറേഷനും പിന്നെ ഫുൾ ബലൂൺ കൊണ്ടുള്ള ഡെക്കറേഷനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ വന്ന സമയം വലിയ റഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പൂൾ സൈഡ് തന്നെ കിട്ടി. ഇതെല്ലാം കണ്ട് നമുക്ക് അടുത്ത് തന്നെയായിരുന്നു ബൊഫയും, അവിടെ നിന്ന് എടുത്ത് കഴിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇനി ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനം, അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ബിയേഴ്സാണ്. ക്രിയേറ്റീവ് ക്രാഫ്റ്റ് ബിയേഴ്സാണ് അവിടുത്തെ ഹൈലൈറ്റ്സ്. പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, ചാൻസ്ലെസ് ടേസ്റ്റ് ആയിരുന്നു. വെജും നോൺ വെജും ആയിട്ട് സ്റ്റാർട്ടേഴ്സ് കുറേ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ട്രൈ ചെയ്ത് ആക്ച്വലി സ്റ്റാർട്ടേഴ്സ് മാത്രം കഴിച്ചപ്പോൾ തന്നെ നമ്മൾ വയറ് നിറഞ്ഞു, അത്രയ്ക്കും ഉണ്ടായിരുന്നു. മെയിൻ ഡിഷിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡുണ്ട്, ചൈനീസ് ഫുഡുണ്ടായിരുന്നു. ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും പലതരം ബിരിയാണീസ് ഉണ്ടായിരുന്നു. പിന്നെ വെജ്, നോൺ വെജ്, അങ്ങനെ കുറേ ഡിഷസ്, കുറേ വെറൈറ്റീസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റി. പിന്നെ സ്വീറ്റ്സ് ആണെങ്കിലും ഇതുപോലെ പല ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്ക്സും പുഡിങ്സും പിന്നെ ഹൽവ, അങ്ങനെ ഗുലാബ് ജാമുൻ, ഇങ്ങനെയുള്ള കുറേ ഉണ്ടായിരുന്നു. താഴെ ബൊഫയും ഫസ്റ്റ് ഫ്ലോറിൽ മറ്റേ അലക്കാറ്റയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ബൊഫെ പ്ലാൻ ചെയ്ത് തന്നെ ഇതൊക്കെ കണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അശ്വിനാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് കഴിക്കാനുള്ള ഫുഡ് ലെസ് സ്പൈസി ആയിട്ടുള്ള ഫുഡുകളുണ്ടായിരുന്നു. സാലഡ്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട് സാലഡ്സ്, വെജിറ്റബിൾ സാലഡ്സ്, അങ്ങനെ ചാറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതുപോലെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വെറൈറ്റി ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു മെയിൻ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഒരാളവിടെ ഫ്ലൂട്ട് വായിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നതും. ഭയങ്കര കാമായിട്ട് റിലാക്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. പിന്നെ വർഷിവ് വന്നപ്പോൾ തൊട്ട് ബലൂണിന് കിടന്ന് വിളിക്കുന്നുണ്ട്. ആരവ് പോയി അവന് ബലൂൺ വാങ്ങിച്ചു കൊടുത്ത്, 2 പേർ കൂടെ വാങ്ങിച്ചത്. അർഷിവ് പിന്നെ അത് 2ഉം കൂടെ അങ്ങ് എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ചേട്ടാ വാ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഞാൻ ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മയൊക്കെ കൊടുത്ത്. മെയിൻ ഡിഷ് ചേട്ടന് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, കാരണം സ്റ്റാർട്ടേഴ്സ് കഴിച്ചപ്പോഴേ നമ്മളെ വയറ് നിറഞ്ഞ്, അത്രയ്ക്കും ഉണ്ടായിരുന്നു സ്റ്റാർട്ടേഴ്സ് തന്നെ.
പിന്നെ അതാണ്ട് പിള്ളേർക്ക് ഇതുപോലെ ക്യാൻഡി കൊടുത്ത്, കോട്ടൺ ക്യാൻഡി കൊടുത്ത്. പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് പിന്നെ അവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച്. ബർത്ത്ഡേക്കാണെങ്കിലും ആനിവേഴ്സറിക്കാണെങ്കിലും ഏതൊരു സെലിബ്രേഷനും നമുക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇത് അവിടുത്തെ കേക്കാണ്, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്ക്സ് ആയിരുന്നു ഇതെല്ലാം. പിന്നെ ഒരു 1:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഏട്ടൻ്റെ കട്ട് ചെയ്ത കേക്ക്, ചോക്ലേറ്റ് ബ്രൗണി ടവർ കേക്കാണ്. ഈ ക്രീമൊന്നും കൂടുതൽ ഇഷ്ടമല്ലാതെ ക്രീമൊന്നും കഴിക്കേണ്ടതെന്ന് വച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ബ്രൗണി കേക്ക് എന്ന് പറയുന്നത്. ഞാനിതിൽ കുറച്ച് കിറ്റ്കാറ്റും സ്ട്രോബെറി മാത്രമേ വെച്ച് ഡെക്കറേറ്റ് ചെയ്തുള്ളൂ. അല്ലാതെ നമുക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്താലും, കാരണം ചോക്ലേറ്റ് അല്ലേ, ചോക്ലേറ്റ് ഏത് ഫ്രൂട്ട്സും ചേർത്ത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള ഡീറ്റെയിൽ വ്ളോഗിനായിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.